യശ്വന്ത്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിവിടെ ഒരു പുതുപുത്തൻ യാത്ര പോകണം. എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ? കൃഷ്ണരാജപുരത്തിന് WDP 4D 40450 വലിക്കുന്ന ഒരു ട്രെയിനാണ്. ആ ലോക്കോ ഇപ്പോൾ ജസ്റ്റ് റെഡിയാക്കുന്നേ ഉള്ളൂ. കുറുവ ജസ്റ്റ് ചാർജ് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് പുറപ്പെടാൻ ഒരുപാട് സമയമൊന്നും ബാക്കിയില്ല. ഒരു 15 മിനിറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് അതുകൊണ്ട് കോച്ചിലേക്ക് പോകണം. എൻ്റെ കോച്ച് ഈ റേക്കിന് ഏറ്റവും പുറകിലുമാണ്. അപ്പോൾ നമ്മൾ ഏത് വണ്ടിക്കാണ് പോകുന്നത് എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. നമ്മളിന്ന് പോകുന്നത് യശ്വന്ത്പൂരിൽ നിന്ന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്കുള്ള ഗോമതേശ്വര എക്സ്പ്രസ്സിനാണ്. ഒരു ട്രെയിനിൻ്റെ പേരൊന്നും അവർ എഴുതിയിട്ടില്ല. യശ്വന്ത്പൂർ മാംഗ്ലൂർ ജംഗ്ഷൻ 16575 ഗോമതേശ്വര എക്സ്പ്രസ്സിനാണ് നമ്മുടെ യാത്ര. നമ്മുടെ യാത്ര ഏത് കോച്ചിലാണെന്നായിരിക്കും, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലായിരിക്കുന്നതായിരിക്കും അടുത്ത ചോദ്യം. ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ഈ കോച്ചിലാണ് ഫോക്സ്. നമ്മളിന്ന് വിസ്താഡോം കോച്ചിലാണ് യാത്ര ചെയ്യുന്നത്. AC ടൂറിസ്റ്റ് കാർ അഥവാ വിസ്താഡോം കോച്ച് എന്നറിയപ്പെടുന്ന ഈ കോച്ചിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ യശ്വന്ത്പൂർ ടു മാംഗ്ലൂർ മൊത്തം ഈ കോച്ചിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സും കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. എൻ്റെ സീറ്റിൽ എനിക്ക് കോ പാസഞ്ചർ ഒന്നുമില്ല, കാലിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ എക്സ്റ്റീരിയേഴ്സ്. ഈ കോച്ചിന് നല്ലൊരു എന്താ പറയുക, ബാക്കിലൊരു ഒബ്സർവേഷൻ ഏരിയ ഉണ്ട്, നമ്മുടെ ഇൻസ്പെക്ഷൻ കാറുകളിലൊക്കെ പോലെ. AC ടൂറിസ്റ്റ് കാർ എന്നാണ് ഇതിൻ്റെ പേര്. നല്ലൊരു ഒബ്സർവേഷൻ ഏരിയ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഇതാണ് ഇതിൻ്റെ ഒബ്സർവേഷൻ ഏരിയ. LWCTZ AC എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ഈ കോച്ചിൻ്റെ ഒബ്സർവേഷൻ ഏരിയ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ബ്രേക്ക്ഫാസ്റ്റിന് യശ്വന്ത്പൂരിൽ നിന്ന് മേടിച്ചായിരുന്നു. ഇഡ്ഡലി വട മേടിച്ച്, ഇഡ്ഡലിയും ചട്നിയാണ്. ഇഡ്ഡലി വടയും ചട്നിയാണ് ഉണ്ടായിരുന്നു. നല്ല എരിവുള്ള ചട്നിയാണ്. യശ്വന്ത്പൂർ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 സൈഡ് ടെർമിനൽ പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്കാണ് ഈ കാണുന്നത്. നമ്മൾ പുറപ്പെടുന്നത് വിസിലടി കേട്ടു. അപ്പോൾ നമ്മൾ ഈ ഫോർമേഷനിലെ ഏറ്റവും അവസാനത്തെ കോച്ചാണ്. EV2ലാണ്. ഈ ട്രെയിനിന് 2 വിസ്താഡോം കോച്ചുണ്ട്, EV1 EV2. ഞാൻ EV2ലാണ്. നമ്മുടെ ഈ ഫോർമേഷനിലെ ലാസ്റ്റ് കോച്ചാണത്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് EV1. ഞാനുള്ളത് EV2 ആണ്. നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. കുറച്ച് നേരത്തെ ഗാർഡ് വിസിൽ അടിക്കുന്നതും കേട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ യശ്വന്ത്പൂർ ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുകയായി. നമ്മുടെ ആദ്യത്തെ വിസ്താഡോം യാത്രയാണ്. കൃത്യസമയമാണ് 7 മണി. കൃത്യം 7 മണിക്ക് നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ടിറങ്ങാം. യശ്വന്ത്പൂർ കോച്ചിങ് ഡിപ്പോ എത്തി. നമ്മുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമിൻ്റെ പ്രതിമയാണ് ഇവിടെ. നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു 14 കോച്ച് മാത്രമുള്ള റേക്കാണ്. അതിൽ 14ാമത്തെ കോച്ചിലാണ് നമ്മൾ. ദൂരം നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ കാണാം, പച്ചയാണ്.
ഇപ്പുറത്തെ സൈഡിലൊരു മേക്ക് ഇൻ ഇന്ത്യ പ്രതിമ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇത് പഴയ സസ്പെൻഷൻ്റെ പാർട്സും സ്പ്രിങ്ങൊക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട് ഇവിടുത്തെ സ്റ്റാഫിന്. കൃഷ്ണരാജപുരത്തിൻ്റെ 40455 ഇവിടെ യാർഡിൽ കിടക്കുന്നുണ്ട്. കോച്ചിങ് ഡിപ്പോയിൽ കിടക്കുന്നുണ്ട്. പിറ്റ് ലൈൻസിനവിടെ കിടപ്പുണ്ട്. ഇവിടെ 2 വാപ്പ് 7s കിടപ്പുണ്ട്. പറഞ്ഞാൽ റോയപ്പുരത്തിനാണ്, ബാക്കിൻ്റെ ഏതാണെന്ന് അറിയില്ല. ഇവിടെ ഒരു വിസ്താഡവും കോച്ചും കൂടെ കാണാം. ഇത് മിക്കവാറും ഷിമോഗയിലേക്കുള്ളതായിരിക്കും. യശ്വന്ത്പൂർ ഷിമോഗ ടൗൺ. അങ്ങനെ ഇവിടെ നമ്മുടെ ആദ്യത്തെ വിസ്താഡവും യാത്ര തുടങ്ങായി ഫോക്സ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് യശ്വന്ത്പൂരിന് പുറത്തോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഇവിടെ കാണുന്നതിലെ ഏറ്റവും അറ്റത്തെ ലൈനാണ് സേലം ലൈന്. അപ്പോൾ ആ കാണുന്നത് സേലം ലൈനും അതുപോലെ യലഹങ്ക ലൈനും. ഒരു ഫ്രൈറ്റർ അവിടെ ബൈപ്പാസ് ലൈൻ കിടക്കുന്ന കാണാം. നമ്മൾ ബൈപ്പാസ് ലൈനിന് മുമ്പിലത്തെ ഒരു വീഡിയോ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹുബ്ലി കൊച്ചുവേളി എക്സ്പ്രസ്സിൽ നിന്ന് ബൈപ്പാസ് ലൈൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈപ്പാസ് ലൈനിൽ ഒരു ഫ്രൈറ്റർ കിടക്കുന്ന കാണാം. G5 സോളിൻ്റെ ലൈവ് ഫ്രൈറ്ററാണത്. ചെറുതായിട്ട് മഞ്ഞുണ്ട്. അതുകൂടാതെ നമ്മുടെ ജനറേറ്റർ കാറിൽ നല്ല വെള്ള പുക വരുന്നത്. നല്ലോണം എൻജിൻ ഓയിൽ കത്തിക്കുന്നുണ്ട്. നല്ല മണമുണ്ട്. ഗോൽഗുംബാസ് എക്സ്പ്രസ് ആയിരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ പണിയെടുക്കുന്നത് സബർബൻ റെയിൽവേ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഈ അലൈൻമെൻറ്റ് വീതി കണ്ട് 2 ട്രാക്കിൽ നിൽക്കും തോന്നുന്നില്ല, അറിയില്ല. നിങ്ങളൊക്കെ സബർബൻ കോറിഡോറിന് കുറേ വർക്ക് കാണുന്നുണ്ട്. ഇവിടെ എന്തോന്നു ടെർമിനസ് വരുന്നത് ചിക്ബാനാവര സ്റ്റേഷനിലേക്ക് എത്തണം. ചിക്ബാനാവരയാണ് സബർബൻ്റെ ഒരു ടെർമിനസ്. അപ്പോൾ എനിക്ക് ടെർമിനൽ പ്ലാറ്റ്ഫോംസിനാണെന്ന് തോന്നുന്നു ആ പണി കണ്ടിട്ട്. നമ്മൾ ജസ്റ്റ് ചിക്ബാനാവര സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. വിജയവാഡയുടെ 4314 കിടക്കുന്നു. അപ്പുറത്തും ഡെഡാണ്, മീൻസ് പവർ ഡൗൺ ചെയ്തിരിക്കുകയാണ്. നോക്കൂ, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ ചിക്കബാനാവരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ട്രെയിനിൽ 2 വിസ്താഡവും കോച്ചുകളും ഒരു AC ചെയർക്കാറും പിന്നെ കുറേ നോൺ AC ചെയർക്കാറുകളുണ്ട്. മൊത്തം 14 കോച്ച്. 44 സീറ്റാണ് ഇതിലൊരു കോച്ചുകൾ. മൊത്തം 2x2 സീറ്റിംഗ് പാറ്റേണിൽ. അപ്പം നമ്മളങ്ങനെ ചിക്കബാനാവരയിൽ നിന്ന് പുറപ്പെട്ടു. കയ്യിൽ വാച്ചിൽ അതുകൊണ്ട് സമയം നോക്കി പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തീർച്ചയായിട്ടും ഞാൻ ടൈം താഴെ കമൻസിൽ ഇട്ടേക്കാം.
നമ്മൾ അല്പം മുന്നിൽ വെച്ചായിട്ട് മീൻസ് ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ നമ്മൾ ലൈൻ തെറ്റി നമ്മൾ ഹാസൻ ലൈനിലേക്ക് കയറും. നേരെ ബേലൂർ വഴി ശ്രാവണബെലഗോള വഴി നേരെ ഹാസനിലേക്ക് പോകുന്ന ലൈനിലേക്ക് നമ്മൾ കയറും. അപ്പുറത്തുനിന്ന് ഫ്രണ്ട് എൻഡ് മറ്റേ ലൈനോട് കയറുന്ന കാണാം. അതാണ് നമുക്ക് പോകേണ്ട ലൈന്. ആ ലൈന് നേരെ ശ്രാവണബെലഗോള വഴി ഹാസനിലേക്ക് പോകുന്ന ലൈനാണ്. അതുവഴിയാണ് നമ്മൾ പോവുക. അപ്പം നമ്മളങ്ങനെ 3 ലൈനുകളിൽ എക്സ്ട്രീം ലെഫ്റ്റ് ലൈനിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ 2 ലൈനുകൾ, ഈ കാണുന്ന 2 ലൈനുകളും ഹുബ്ലിയിലേക്കുള്ള മെയിൻ ലൈൻസാണ്. നമ്മളുള്ളതാണ് നമുക്ക് പോകേണ്ട ഹാസൻ മെയിൻ ലൈൻ. അപ്പം നമ്മളങ്ങനെ ഹുബ്ലി ലൈനോട് ബൈ പറഞ്ഞ് നമ്മുടെ വഴിക്ക് പോവുകയാണ്. ഈ ലൈന് നമ്മൾ വേറെ എവിടെയും കാണില്ല. നമ്മൾ നേരെ ഇപ്പം നമ്മളുള്ള ഈ ലൈൻ വഴി തന്നെയാണ് ഹാസനിൽ പോയി കയറുക ചെയ്യുന്നത്. അപ്പുറത്ത് കൂടെ ഏതോ ഒരു ട്രെയിൻ പോയി. ഡോർ ഏരിയ, 2 ടോയ്ലറ്റ് ഉണ്ട്. 2 സ്ലൈഡിങ് ഡോർസാണ്. ഒരു കോമൺ വാഷ് ബേസിൻ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൂഫും ട്രാൻസ്പെറൻറ്റ് റൂഫുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കലത്തെ പാർട്ടീഷൻ ഡോറ് ഓട്ടോമാറ്റിക് ഡോർസാണ്, സ്ലൈഡിങ് ഡോർസാണ്. പിന്നെ ഇതിനവർ റൂഫ് ഇങ്ങനത്തെ ഗ്ലാസ് റൂഫ് ആയതുകൊണ്ട് ലഗേജ് വെക്കാൻ അവർ ഇവിടെയാണ് സൗകര്യം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ റാക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോച്ചിനകത്തൊരു കയറി ഉടനെ 2 എൻസിലായിട്ട് റാക്ക് വെച്ചിട്ടുണ്ട്. 44 പേരുടെ ലഗേജ് ഇരിക്കും തോന്നുന്നു. ഇങ്ങനെയാണ് സീറ്റുകൾ. ഇതാണ് നമ്മുടെ കോച്ചിൻ്റെ ഇൻറ്റീരിയേഴ്സ്. റൂഫൊക്കെ ഒരു ശോകാവസ്ഥയിലായി കഴിഞ്ഞു. സീറ്റുകൾ ഇങ്ങനെയാണ്, 2x2 സീറ്റുകൾ. ഈ സീറ്റുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ഇത് ടേണബിൾ സീറ്റ്സാണ്. വലിയ ഒബ്സർവേഷൻ വിൻഡോസ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് എൻഡിലാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് ഈ ഗ്ലാസ് വഴി നല്ല വിഷ്വൽസ് കാണാം. ഗ്ലാസ്സൊക്കെ ഭയങ്കര വൃത്തികേടാണ്. ഈ സീറ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വൈഡ് സീറ്റാണ്. നേരത്തെ പറഞ്ഞാൽ നമുക്ക് തിരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ചാർജിങ് പോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ചാർജിങ് പോയിൻറ്റ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ ട്രേ ടേബിൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ട്രേ ടേബിൾ. ഇങ്ങനെയാണ് ട്രേ ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ചെറിയൊരു ട്രേ ടേബിളാണ് ഞാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയ ഗ്ലാസ് ഉണ്ട്. നമ്മൾ ഈ റൂട്ടിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ നെലമംഗലയിലേക്ക് എത്താണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. നമുക്ക് സ്റ്റേഷനിലെ ലൊക്കേഷൻ എക്സാക്ട്ലി അറിയില്ല.
15 km/h ഒരു സ്പീഡ് റെസ്ട്രിക്ഷൻ ബോർഡും കാണാം. ഒരു വലിയ യാർഡും ഉണ്ട്. അത്യാവശ്യം തന്നെ നെൽമംഗല സ്റ്റേഷനാണിത്. ഇപ്പോഴത്തെ സൈഡിലൊരു ഗുഡ്സ് അൺലോഡിങ് ഫെസിലിറ്റി ഉണ്ടെന്ന് ആ കാണുന്ന ഇത് കോൺക്രീറ്റിൻ്റെ ഭാഗം. ഒരു ട്വിൻ WDG4 ഹോൾഡ് ഫ്രൈറ്റും കിടക്കുന്നുണ്ട്. ഹുബ്ലിയുടെ 12048 ആണ് ലീഡിങ്. അങ്ങനെ നമ്മൾ നെൽമംഗല സ്റ്റേഷനോട് എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം തീരെ ചെറുതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ. കാര്യം നമ്മുടെ കോച്ച് തന്നെ കറക്റ്റ് എൻഡിലാണ് നിന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നെൽമംഗലയിൽ നിന്നും പുറപ്പെട്ടു. വളരെ ചെറിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. വളരെ ചെറിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. ഇതാണ് മറുപുറത്തുള്ള ഗുഡ്സ് ലോഡിങ് സൈഡിങ്. ഇവിടെ ഒരു റോ ലോഡിങ് റാമ്പ് ഉണ്ടായിരുന്നത് എവിടെയാണെന്ന് അറിയില്ല. കാണുന്നു അവിടെ ഒരു കാണാനുണ്ട്. ഇതൊരു റോ ലോഡിങ് റാമ്പായിരുന്നു. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ കുറച്ച് കാലം ഒരു ടെസ്റ്റ് ബേസിസിൽ ഓപ്പറേറ്റ് ചെയ്തു, പിന്നെ നിന്നുപോയി സർവീസ് അത്. കാര്യം പ്രൈസിങ് ആയിരുന്നു പ്രശ്നം. ചാർജ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇത് അതായത് റോൾ ഓൺ റോൾ ഓഫ് ഒരു ട്രക്കുകൾ കൊണ്ടുപോകണം. നമ്മുടെ കൊങ്കൺ റെയിൽവേയുടെ റോ അതേ കൺസെപ്റ്റിൽ ഇവിടെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. എക്സ്ട്രീം വൈഡിലുള്ളൊരു ഷോട്ടാണിത്. ഇതിന് മുകളിലത്തെ ഗ്ലാസ് കൂടെ ഒന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ. മുകളിലത്തെ ഗ്ലാസ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്. വെളിച്ചം വരുന്നതായിട്ട് വേറെ കാര്യമൊന്നുമില്ല. ഈ നടുക്കളാണ് AC വെൻറ്റും അതിന് 2 സൈഡിലായിട്ട് ലൈറ്റ്. ഈ മുകളിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിനവർ മറ്റേ നമ്മുടെ ഓവർ ഹെഡ് റാക്ക് തന്നിട്ടില്ല. ഓവർ ഹെഡ് റാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ആദ്യം തന്നെ ആ ഷെൽഫ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയ വിൻഡോസാണ്. ഇതിനകത്ത് സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയാൻ പോയി. ഇതാണ് ഇതിൻ്റെ ലെഗ് റൂം. എങ്ങനെ പോയാലും കാലിവിടെ മുട്ടില്ല. ഈ കാണുന്നൊരു ലെഗ് റെസ്റ്റാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ കാലിങ്ങനെ റിലാക്സ് ചെയ്ത് ഇരുന്നോ. എത്രയായാലും ഇത്രയുണ്ട് ലെഗ് റൂം. നല്ല അടിപൊളി ലെഗ് റൂമാണ്. സൂപ്പർ കംഫർട്ടാണ്. നല്ല വീതിയുള്ള സീറ്റാണ്. നമ്മുടെ ഫസ്റ്റ് AC എക്സിക്യൂട്ടീവ് ചെയർക്കാറുള്ള പോലത്തെ നല്ല സീറ്റാണ്. ദുരന്തോ എക്സ്പ്രസ്സിൻ്റെ റേക്കാണ്. ദുരന്തോ എക്സ്പ്രസ് മറ്റേ സൈക്ലോൺ കാരണം ക്യാൻസൽ ചെയ്തായിരുന്നല്ലോ. അതിൻ്റെ റേക്ക് ഇവിടെ കൊണ്ടുവന്ന് സോളൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കുകയാണ്.
ഒബ്സർവേഷൻ വിൻഡോ എൻഡിൽ ഇത്രേ ഉള്ളൂ. നല്ലൊരു വലിയ സ്പേസ് ഉണ്ട് ഇവിടെ. പിന്നെ ടോയ്ലറ്റ്സ് ഇല്ല ഇവിടെ. അവർ പകരം പാൻട്രിക്കാരെ സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ പാനലും ആണ് ഇവിടെ ഉള്ളത്. നേരത്തെ കാണിച്ച പോലൊരു ഓട്ടോമാറ്റിക് ഡോറും ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് കുനികാൽ സ്റ്റേഷനോട് എത്തുകയാണ്. ഒരു മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു. മെയിൻ ലൈനിൽ തന്നെ നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കോച്ചിലോട്ട് 2-3 പേര് കയറാനുണ്ടെന്ന് ഞാൻ ചാർട്ട് കണ്ടായിരുന്നു. ആൾക്കാർ വരുന്നുണ്ട്, അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. അപ്പോൾ അവരായിരിക്കും നമ്മുടെ കോച്ചിലോട്ടുള്ള യാത്രക്കാർ. അങ്ങനെ കുണികൽ സ്റ്റേഷനിൽ പുറപ്പെട്ടു. സ്റ്റേഷൻ അത് 3 ലൈനുണ്ട്. 2 ലൂപ്പ് ലൈനും ഒരു മെയിൻ ലൈനും. എല്ലാത്തിനും പ്ലാറ്റ്ഫോമുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതൊരു ലൂപ്പ് ലൈനാണ്. അതിലും പ്ലാറ്റ്ഫോം കാണാനുണ്ട്. അതിലൊരു LVPH റേക്ക് കിടക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ മറ്റൊരു ലൂപ്പ് ലൈൻ ഉണ്ട്. അതിലും പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടുന്ന് ഫുഡ് ലോഡ് ചെയ്തിട്ടുണ്ട് ട്രെയിനിലോട്ട്. ഒരു ടോയ്ലറ്റ് റിവ്യൂ ചെയ്തേക്കാം. സ്ലൈഡിംഗ് ഡോർ ടോയ്ലറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. വെസ്റ്റേൺ കമോഡാണ്. 2 ടോയ്ലറ്റും വെസ്റ്റേൺ കമോഡാണ്. പിന്നെ ഒരു കുഞ്ഞ് സിങ്ക്, വളരെ ചെറിയ ടോയ്ലറ്റാണ്. ജസ്റ്റ് സഫിഷ്യൻറ്റ് സ്പേസ് അത്ര ഉള്ളതിനകത്ത്. നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്ത സ്റ്റോപ്പായ എടിയൂരിലേക്ക് എത്തുകയാണ്. ആ ജനറേറ്ററിന് സ്മോക്ക് സ്മെല്ല് ഭയങ്കര വല്ലാത്ത സ്മെല്ല്. നിൽക്കാൻ പറ്റുന്നില്ല ഇവിടെ. നമുക്ക് മെയിൻ ലൈൻ പ്ലാറ്റ്ഫോം തന്നെ നമ്മളിവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. കൃഷ്ണരാജപുരത്തിന് WDP 4D 40551 ആണ് ലോക്കോ. ഇത് ഹാസൻ യശ്വന്ത്പൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. ഇതാണ് നമ്മുടെ വണ്ടി നിർത്തിയ പ്ലാറ്റ്ഫോം. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഏതൊരു റേക്ക് കിടക്കുന്നുണ്ട്, എന്തോന്ന് കണ്ടുകൂടാ.
നമ്മളിവിടെയാണ് നിർത്തിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടില്ല തരാം, നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പോൾ ഫ്രണ്ടാണ്. മറ്റേ ഇൻ്റർസിറ്റിക്ക് പോകാനുള്ള സ്റ്റാർട്ടറും ആയിട്ടില്ല. അവൻ്റെ റെഡ് തന്നെയാണ്, എന്താണെന്നറിയില്ല. എന്തായാലും മേ ബി അവൻ്റെ ഇപ്പോൾ പച്ചയായി. നമ്മുടെ ആയിട്ടില്ല തരാം. യശ്വന്ത്പൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ് ഇത്. പണ്ട് LHB റേക്കായിരുന്നു. ആ LHB മാറ്റി വീണ്ടും ICF കിട്ടിയൊരു ട്രെയിനാണിത്. ഇവിടെ റേക്ക് കിടക്കുന്നുണ്ട്. ഭാരത് ഗൗരവ് സ്പെഷ്യലിൻ്റെ റേക്കാണിത്. ഇത് കർണാടക സർക്കാരും കൂടി കർണാടക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും IRCTCയും കൂടി ചേർന്ന് നടത്തുന്ന ഭാരത് ഗൗരവാണിത്. കാശി ദർശന ഇതിന് കർണാടക ഗവൺമെൻറ് എന്തോ ഒരു സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടിയൂർ കഴിഞ്ഞ് നമ്മൾ ഈ ലൈനിൽ ആകെക്കൂടി ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അതാണിപ്പോൾ പോയത്. ഇനി എനിക്ക് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് BG നഗരയിലാണെന്ന് തോന്നുന്നു. നമ്മൾ അടുത്ത സ്റ്റോപ്പ് BG നഗർ സ്റ്റേഷനിലേക്ക് എത്തണം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റേഷൻ കാണിക്കാൻ വേണ്ടി പടിയിലോട്ട് കാല് വെക്കുന്ന വണ്ടി അനങ്ങാനും തുടങ്ങി. അപ്പോൾ നമ്മൾ BG നഗര സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നു. സമയം ഇപ്പോൾ 8:47. നമ്മളൊരു അല്പം ലേറ്റാണ്. ഇതായിരുന്നു സ്റ്റേഷൻ കെട്ടിടം.
ഇതിലത്തെ ഓൺ ബോർഡ് പാൻറ്ററിനുള്ള കാപ്പിയാണ്. മീൻസ് അവൻ കെറ്റിലെ കാപ്പി ഉണ്ടാക്കിയിട്ട് കെറ്റിലും കൊണ്ടാണ് വിൽക്കുകയായിരുന്നു. ശ്രാവണ ബെലഗോള എത്തുകയാണ്. അവിടെയാണ് ആ കാണുന്നതാണ് ബാഹുബലിയുടെ പ്രതിമ. ബെലഗോളയിലും ജസ്റ്റാണ് കണ്ടോ. നമ്മളിതാ കഴിഞ്ഞു പ്ലാറ്റ്ഫോമിന് പുറത്താണ് നമ്മുടെ കോച്ചിൻ്റെ ബാക്കി നിൽക്കുന്നത്. ജസ്റ്റിട്ടായിട്ടാണ് നമ്മൾ എത്തുന്നത്. അത്രയും ചെറിയ സ്റ്റേഷനാണത്. നമ്മൾ ഇവിടെ നിന്ന് വിടുകയായി, ശ്രാവൺ ബെലഗോളയിൽ നിന്ന് വിടുകയായി. ശ്രവൺ ബെലഗോളയാണ്, ശ്രാവണയില്ല, ശ്രവൺ ബെലഗോള. ഷോൺബെലഗോള ഒരു ടെമ്പിൾ ടൗൺ ആണ്. ജൈന മതക്കാരുടെ പിൽഗ്രിമേജ് സൈറ്റാണ്. നേരത്തെ കാണിച്ച ബാഹുബലിയുടെ പ്രതിമ അവരുടെ പിൽഗ്രിമേജ് സൈറ്റിലുള്ളതാണ്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിംഗ്. ഒരു അമ്പലത്തിൻ്റെ മാതൃകയിലാണ് സ്റ്റേഷൻ പണിതിരിക്കുന്നത്. അവിടെ കാണുന്നതാണ് ബാഹുബലിയുടെ പ്രതിമയുടെ ഒരു രേഖാചിത്രം. then അപ്പുറത്തെ സൈഡ്, അപ്പുറത്തൊരു മെയിൻ ലൈനിലൊരു ഐലൻഡ് പ്ലാറ്റ്ഫോമും പിന്നെ ഒരു ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോമും ഉണ്ടായിരുന്നു. നമ്മളത് ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് തിരിച്ചു കയറുന്നു. ഒരു നല്ലൊരു നാട്ടിൻ പ്രദേശത്തിൽ കൂടെ പോകുന്നൊരു ഫീലിംഗാണ് ഇവിടുത്തെ. മൊത്തം തെങ്ങും തോപ്പുകളും ഇടയ്ക്ക് കുറേ അടയ്ക്കയും ഒക്കെ ആയിട്ട്, പിന്നെ നല്ലോണം കൃഷിയുള്ള സ്ഥലങ്ങളാണ്. ഒരു ടിപ്പിക്കൽ നാട്ടിൻപുറം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത സ്റ്റോപ്പായി ചന്നരായപട്ടണയിലേക്ക് എത്തുകയാണ്.
സ്റ്റേഷൻ കുറച്ചും കൂടി ലെങ്ത്തുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി ലോക്കോ നേരത്തെ സ്റ്റോപ്പ് ചെയ്യുന്നതാണോ ആവോ. കാര്യം എല്ലാ സ്റ്റേഷനുകളിലും നമ്മൾ ലാസ്റ്റിലാണ് വരുന്നത്. എനിക്കൊന്ന് ലോക്കോ നേരത്തെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. ഇനിയിപ്പോൾ എനിക്കൊന്ന് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഹാസനിലാണ് തോന്നുന്നു. ഹാസൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടുവേർഡ്സ് മാംഗ്ലൂർ തിരിയും. നമ്മളങ്ങനെ ടുവേർഡ്സ് സക്ലേഷ്പൂർ പോകും. അല്ല കേട്ടോ, ചെറിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഞാൻ വിചാരിച്ചത് നേരത്തെ നിർത്തുന്നതല്ല, ചെറിയ പ്ലാറ്റ്ഫോം തന്നെയാണത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഹാസൻ സ്റ്റേഷനോട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഹാസൻ ടൗൺ ആണ് ദൂരെ കാണുന്നത്. അടിപൊളി. ഇത് നമ്മളെ കാത്ത് ഗുത്തി ഷെഡിന് WDG 4G ട്വിൻസ് കിടക്കുന്നു. ഈ കാണുന്ന അരസിക്കരയിലേക്കുള്ള ലൈനാണെന്ന് തോന്നുന്നു. ഹാസൻ അരസിക്കര ലൈനാണെന്ന് തോന്നുന്നു. നമ്മൾ ജസ്റ്റ് ഹാസൻ സ്റ്റേഷനിലേക്ക് കയറുന്നു. ഇതാണ് ഇപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകൾ. ഇപ്പുറത്ത് 2 പ്ലാറ്റ്ഫോം ഉണ്ട്, 2ഉം 3ഉം. അതിൽ 2 മെയിൻ ലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇവിടുത്തെ മെയിൻ ലൈനല്ല, ലൂപ്പ് ലൈനിൽ എനിക്കൊന്ന് ചിലപ്പോൾ അത് അരസിക്കരയുടെ മെയിൻ ലൈൻ ആയിരിക്കും. അതിലൊരു DG4 ഹോൾഡ് ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്, ട്വിൻസ്. പൂനെയിലെ WDG4 ആണ്. ഇവിടെ ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്ന് അവർ കാണിക്കുന്നത്. ജനറൽ കമ്പാർട്ട്മെൻറ്റില്ല, അത് വേറെ ട്രെയിനാണ്. 16585 തന്നെ കാണിക്കുന്നത്. നമ്മൾ 16575. അപ്പം നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും.
ഹാസൻ ജംഗ്ഷനിൽ കൃത്യസമയമായ 10:15 നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളൊരു 5 മിനിറ്റ് ബിഫോർ ടൈം വന്നായിരുന്നു, കൃത്യസമയത്ത് പുറപ്പെട്ടു. നമ്മളങ്ങനെ ഹാസൻ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങായി. നമ്മളീ അല്പം മുന്നോട്ട് പോയിട്ട് നമ്മൾ റൈറ്റിലോട്ട് ടുവേർഡ്സ് ആളൂർ, അവിടെ നിന്ന് അങ്ങനെ സക്ലേഷ്പൂരിലേക്ക് നമ്മൾ പോകും. ഇതാണ് ഹാസൻ യാർഡ്. നമ്മൾ ഇവിടുന്ന് തന്നെ റൈറ്റിലോട്ട് നേരെ നമ്മുടെ സക്ലേഷ്പൂർ ലൈനിലോട്ട് കയറുക. ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന 2 ലൈനുകൾ, ഒരെണ്ണം ഒരു ഇൻഡസ്ട്രിയൽ സൈഡിങ് ആണ്, രണ്ടാമത്തത് മൈസൂർക്ക് പോകുന്ന ലൈനാണ്. ഈ മൈസൂർ ഹാസൻ അരസിക്കര ലൈൻ നമുക്ക് പെൻഡിങ് ഉണ്ട്. നമ്മളത് അധികം താമസിച്ചിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഹാസൻ കഴിഞ്ഞ് ആലൂർ ഹോൾട്ടും കഴിഞ്ഞ് സക്ലേഷ്പൂരിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ജസ്റ്റ് സക്ലേഷ്പൂരിലോട്ട് എടുക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് പ്ലാന്റേഷൻസും അതുപോലെ അവരുടെ ഗസ്റ്റ് ഹൗസുകളും പ്ലാന്റേഷൻ ഹൗസുകളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് എന്തായാലും. ഈ റൂട്ടിൽ കൂടെ മഴക്കാലത്ത് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴക്കാലത്ത് നമ്മൾ ബുക്ക് ചെയ്ത ഒരു പ്രാവശ്യം ട്രെയിൻ ക്യാൻസലാകും, പിന്നീട് ഒരു പ്രാവശ്യം എനിക്ക് വരാൻ പറ്റാണ്ടിരിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ മഴക്കാലത്ത് ഈ റൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്.
ഹേമാവതി നദിയാണ്. നമ്മളങ്ങനെ സക്ലേഷ്പൂർ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. കുറച്ച് നേരത്തെ കണ്ടതായിരുന്നു ഹോം സിഗ്നൽ, ആ പാലത്തിന് മുമ്പായിട്ട് കണ്ടത്. ഞായറാഴ്ച ഉണ്ടോണെന്ന് അറിയില്ല, യാർഡിൽ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല. എന്താണോ സംഭവം, വെട്ടിപ്പൊളിച്ചിട്ടിട്ടുണ്ട് ഇവിടെ. നമ്മൾ ജസ്റ്റ് സ്റ്റേഷനുള്ളിലേക്ക് കയറി. പ്ലാറ്റ്ഫോം അപ്പുറത്തെ സൈഡിലാണ്. ഞാനിപ്പുറത്ത് ഈ യാർഡ് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ തുടങ്ങുന്നതാണ്. കൃഷ്ണരാജപുരത്തിൻ്റെ 12639 ശോക അവസ്ഥയാണല്ലോ. ഇവിടുന്ന് നമുക്കുള്ള ബ്രേക്കേഴ്സ് അറ്റാച്ച് ചെയ്യും. നമുക്ക് 2-3 EMDs നമ്മുടെ ഇപ്പോഴത്തെ ലോക്കോടെ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് അവരാണ് നമ്മുടെ ചുരം ഇറക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സക്ലേഷ്പൂർ സ്റ്റേഷനിലെത്തി. സമയം 11:08. നമ്മൾ അത്യാവശ്യം ബിഫോർ ടൈം ആണെന്ന് തോന്നുന്നു. ഇവിടുന്ന് യാത്രക്കാർ കയറുന്നുണ്ട്. ഫുഡ് എന്തെങ്കിലും കിട്ടി മേടിക്കാമെന്ന് വെച്ചാൽ പുറത്തിറങ്ങിയാണ്. സാരല്ല, നമുക്ക് നമ്മുടെ ഓൺ ബോർഡ് കാറ്ററിങ്ങിൽ തന്നെ മേടിക്കാം. നമ്മൾ അത്യാവശ്യം നേരത്തെയാണ്, അതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് കഴിക്കാനൊരു മാംഗ്ലൂർ ബൺസും ഒരു മദ്ദൂർ വടയും മേടിച്ചു. സ്റ്റേഷനിൽ നിന്നുള്ള ഫുഡാണ്. ലഞ്ചിന് ഞാനിടയ്ക്ക് ഓർഡർ എടുത്തായിരുന്നു. അപ്പോൾ ലഞ്ച് ഞാൻ ഓൺ ബോർഡ് തന്നെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ എന്തെങ്കിലും ഉണ്ടാക്കി അവൻ കൊണ്ടു തന്നോളും. സമയം ഇപ്പോൾ 11:20 കഴിഞ്ഞു. പക്ഷെ വണ്ടി പുറപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടിയായ 16540 മാംഗ്ലൂർ ജംഗ്ഷൻ യശ്വന്ത്പൂർ എക്സ്പ്രസ് വീക്ക്ലി എക്സ്പ്രസ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് തൊട്ടപ്പുറത്തെ സ്റ്റേഷൻ ധോണികൾ വിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ അവനിവിടെ എത്തിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വരുന്ന അങ്ങോട്ട് സിംഗിൾ ലൈനാണല്ലോ. അപ്പോൾ അതിന് ഞാൻ നമ്മുടെ ഓപ്പോസിറ്റ് ട്രെയിനിലെ പേരൻറ്റ് ട്രെയിൻ വിളിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസുകൾ 3 ഡിഫറെൻറ്റ് ട്രെയിൻ നമ്പേഴ്സിലാണ് ഓടുന്നത്. പക്ഷേ ഡെയിലി സർവീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഓപ്പോസിറ്റ് ട്രെയിൻ വിളിച്ചത്. ഈ 16540 എന്ന് പറയുന്നത് വീക്കിലി മാത്രം ഓടുന്നത്. 1653940 വീക്കിലി ഓടുന്നതാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ഗോമതേശ്വർ എക്സ്പ്രസ് ആഴ്ച 3 ദിവസം ഓടും. പിന്നെ ഇതേ സ്ലോട്ടിലോടുന്ന ഒരു യശ്വന്ത്പൂർ കാർവാർ എക്സ്പ്രസ് ഉണ്ട് മാംഗ്ലൂർ ജംഗ്ഷൻ വഴി. അതും ആഴ്ച 3 ദിവസം ഓടും. അപ്പോൾ അങ്ങനെ ഈ 3 ട്രെയിനുകളും കൂടി ചേർന്ന് 7 ദിവസവും യാത്രക്കാർക്ക് സർവീസ് അവൈലബിൾ ആണ്. നമ്മുടെ ഓപ്പോസിറ്റ് വണ്ടി ജസ്റ്റ് കയറി വരുന്നു. 40524 ആണ് ലോക്കോ. ഇവിടെ 40388 ഡെഡായിട്ട് പോകുന്നുണ്ട്. സെയിം നമ്മുടെ ട്രെയിനിലുള്ള അതേ ബോർഡാണ്. പക്ഷേ ഇതിൻ്റെ EV കോച്ച് അങ്ങേയറ്റത്ത് തോന്നുന്നു. ഇതിൻ്റെ വിസ്താഡും കോച്ച് മറ്റേ എൻഡിലാന്ന് തോന്നുന്നു, ഇപ്പോഴത്തെ എൻഡിലല്ല. അപ്പോൾ ഈ ഒരു റേക്ക് തിരിഞ്ഞ ഫോമായിരിക്കുന്ന സമയം ഇപ്പോൾ 11:35. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ലേറ്റാണ്.
പുത്തൻ ദീൻ ദയാലു കോച്ചുകളാണ്. ഭാഗ്യം ഇന്നലത്തെ വണ്ടി ഇങ്ങനെ വരാഞ്ഞത്. ഇന്നലത്തെ നമ്മുടെ വണ്ടി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. നമ്മൾ ഏറ്റവും ഫ്രണ്ടിലായി പോയേനെ. നമുക്ക് ആ റിയർ വ്യൂ ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു ഈ ട്രെയിനിനെ കൊണ്ടുവന്ന ബാങ്കേഴ്സ്. ട്വിൻ DG4 ആയിരുന്നു. നമ്മൾ ലോണ്ട റൂട്ടിൽ കണ്ടപോലെ തന്നെ ഇവിടെയും ഷെഡുകളുണ്ട്. ലോക്കോസ് അതിനകത്താണ് നിൽക്കുന്നത്. വർക്കിംഗ് ക്രൂവിന് പണിയപ്പോൾ ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മൾ ജസ്റ്റ് സക്ലേഷ്പൂർ സ്റ്റേഷനിൽ നിന്ന് വിട്ട് മെയിൻ ലൈനിലോട്ട് തിരിച്ച് കയറുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഘാട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഘാട്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സക്ലേഷ്പൂർ ടു സുബ്രഹ്മണ്യ റോഡ് 30 കിലോമീറ്റേഴ്സാണ് ഘാട്ട് സെക്ഷൻ. ട്വിൻ WDG4 ആണ് നമ്മുടെ ബാങ്കേഴ്സ്. ഇതിനിടയിൽ കൂടെ കാണുന്നുണ്ട്, ട്വിൻസ് പോലെ ഉണ്ട് കണ്ടിട്ട്. നമ്മളിപ്പോൾ അങ്ങനെ മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ട്രെച്ച് ഭയങ്കര ബോറിംഗ് ആണ്. കാരണം നമ്മൾ ഈ 30 km/h സ്പീഡിൽ ഇങ്ങനെ പതുക്കെ ഇറങ്ങുകയെന്നല്ലാണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. കാരണം 2 തരം കാടാണ്. കുറച്ച് കഴിയണം ഭംഗി വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ധോണികൾ എത്തിയിട്ടില്ല. അതൊരു ക്യാറ്റ് സൈഡിങ് ആയിരുന്നു. നമ്മൾ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോളിലായിരുന്നു നിർത്തിയത്. അപ്പോൾ ക്യാറ്റ് സൈഡിങ് കഴിഞ്ഞ് നമ്മൾ ധോണികൾ സ്റ്റേഷനോട് എടുത്തുകൊണ്ടിരിക്കുന്നു.
നമ്മൾ ജസ്റ്റ് ധോണികൾ സ്റ്റേഷനിലേക്ക് എത്തുന്നു. നമ്മളെ കാലത്തൊരു ഡിപ്പാർട്ട്മെൻ്റൽ ട്രെയിൻ കിടക്കുന്നുണ്ട്. എനിക്ക് ഇലക്ട്രിഫിക്കേഷൻ ട്രെയിനാണ്. ഡിപ്പാർട്ട്മെൻ്റൽ ട്രെയിനാണ് ആദ്യം പുറപ്പെട്ടത്. 70179 WDG4 ആണ് ലോക്കോ. ഇലക്ട്രിഫിക്കേഷൻ്റെ സാമഗ്രികളാണ്. അതിന് ഫൗണ്ടേഷൻ ഇടാൻ ഉപയോഗിക്കുന്ന കല്ലും മണ്ണും അത് ഇറക്കാനും കയറ്റാനൊക്കെ ക്രെയിൻ, ട്രാക്ടർ, JCB എല്ലാം ക്രെയിൻ തന്നെയാണ്. ഇതിന് ട്വിൻ DG4 ആയിരുന്നു ബാങ്കേഴ്സ്. നേരം കാത്തു കിടന്നിട്ട് നമുക്ക് സിഗ്നൽ പച്ചയായി നമ്മൾ ഇറങ്ങാൻ പോകുന്നു. ഇവ അടുത്ത സ്റ്റേഷനിലെല്ലാം വേറെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അവനെ ലൂപ്പിൽ കയറ്റാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ പിടിച്ചിട്ടത്. എന്താ സംഭവം എന്നറിയില്ല. ധോണികാല് കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ കുഞ്ഞ് സ്റ്റേഷൻ ബിൽഡിങ്.
രണ്ടാമത്തെ ഇ വി കോച്ച് ഫ്രണ്ടിലാണെങ്കിൽ വ്യൂ ഏകദേശം ഇങ്ങനെയാണ്. മറ്റേ കോച്ചിൻ്റെ ലാസ്റ്റ് കോച്ചാണ് കാണുന്നത്. എൽ വി ബോർഡൊന്നും കാണാനില്ല. ഒരു ഓവർടേക്ക് ആയിരുന്നു. ഒരു പിടിയില്ല. ഇവിടേക്ക് പ്രാവശ്യം മണ്ണിടിച്ചിലുണ്ടായതാന്ന് തോന്നുന്നു. ഇവിടെ ആയിരുന്നു തോന്നുന്നു പ്രാവശ്യം മണ്ണിടിച്ചിൽ, മേജർ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അത് ഇതായിരുന്നു തോന്നുന്നു സൈറ്റ്. ലൂപ്പ് ലൈനിലോട്ട് കയറുകയാണ്. എന്താ സംഭവം എന്നറിയില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരുന്നു. ലൂപ്പ് ലൈനിൽ കയറ്റി നിർത്തി, കുറച്ച് നേരം നിർത്തി, ഇപ്പോൾ വിട്ടു. കഴിഞ്ഞ ദിവസം ഇതുവഴി വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. ലൂപ്പ് ലൈനിൽ കുറച്ച് നേരം നിർത്തിയിട്ട് വിട്ടായിരുന്നു. അതായിരുന്നു ഈ എടക്കുമാരി സ്റ്റേഷൻ.
പാലത്തിൻ്റെ സൗന്ദര്യം കണ്ടോ, ഒരു രക്ഷയില്ലല്ലേ. ഇത് മഴക്കാലം കൂടി ആയിരുന്നെങ്കിൽ പൊളിച്ചാണ്. പഴയ സ്റ്റേഷൻ്റെ കെട്ടിടങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ റൂട്ടിൽ ശരിക്കും കാണാൻ ഭംഗിയുള്ള സ്ട്രെച്ച് ഏകദേശം തീർന്നുണ്ടോ. ശ്രദ്ധിച്ച് നോക്കി താഴെ റോഡ് പോകുന്ന കാണാം. ഇവിടുത്തെ ഈ ഒരു റൂട്ടിൽ നമുക്ക് കാണാൻ ഉള്ള സംഭവങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നു. ഇനിയിപ്പോൾ കാട് പോലത്തെ ഒരു പ്രദേശത്ത് കൂടെ ഓടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വലുതായിട്ട് കാഴ്ചകളൊന്നും കാണിക്കാനില്ല. ഈ കോച്ച് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. റൂഫിൻ്റെ പാറ്റേണും അതുപോലെ സീറ്റിൻ്റെ അപ്പോസിറ്റൊക്കെ വ്യത്യാസമുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ആണെന്ന് തോന്നുന്നു, പിന്നീടാണ് തോന്നുന്നു മാറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ചധികം നേരം അതിൽ തന്നെ ക്ഷീണിച്ച് ഞാൻ തിരിച്ചകത്തേക്ക് വന്നു. ഫുഡ് വരാറായിട്ടുണ്ട്, ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലഞ്ച് കഴിച്ചൊക്കെ നല്ല തലവേദന എടുത്ത് തുടങ്ങി. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല, നല്ല വിശപ്പുണ്ട്. പിന്നെ അവിടെ നിന്ന് ഡീസലിനെ പോകയും. അപ്പോൾ നമ്മളങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുക, കണ്ടിന്യൂയിങ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഫുഡ്. വെജ് പുലാവാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നു സക്ലേഷ്പൂരിൽ നിന്ന് ലോഡ് ചെയ്താണെന്ന് തോന്നുന്നു. ചൂടോടെയാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നല്ല ചൂടുണ്ട്, ആവി വറക്കുന്നതാണ്. അതിനകത്ത് പുലാവുണ്ട്, പിന്നെ മാംഗോ പിക്കിളുണ്ട്. കണ്ടിട്ട് നല്ല സ്വാദുണ്ടെന്ന് തോന്നുന്നു. ഘാട്ട് സെക്ഷനിലെ ലാസ്റ്റ് സ്റ്റേഷൻ ഷിരിബാഗിലും എത്തണം. റോഡ് സ്റ്റേഷനിൽ കയറി ട്വിൻ ഹുബ്ലി DG ഫോഴ്സ് മല കയറാൻ റെഡിയായിരിക്കുന്നു. നമ്മളങ്ങനെ ജസ്റ്റ് സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സുബ്രഹ്മണ്യ റോഡിൽ നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. ഇൻ ജനറൽ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്. കാര്യം ഇവർ വന്ന് കാശിന് അക്കൗണ്ട്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ലൂപ്പ് ലൈൻ പ്ലാറ്റ്ഫോം എത്തിയത്. ഇവിടെ ഇതിൻ്റെ റൂഫ് വർക്ക് നടക്കുന്നുണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ. നല്ല ഭംഗിയുള്ള റൂഫാണ്. പിന്നെ ആ ലൂപ്പ് ലൈനിലൊരു DG4 ട്വിൻസ് കിടപ്പുണ്ട്. അതിനപ്പുറത്തൊരു ലോഡഡ് ബോക്സ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ലോഡഡ് ബോക്സ് കിടപ്പുണ്ട്. അങ്ങനെ ദൂരെ നമ്മുടെ ബാങ്കർ ലോക്കോസ് ജസ്റ്റ് ഇറങ്ങിപ്പോകുന്ന കാണാം. ബ്രേക്കർ ലോക്കോസ് അവരിനിപ്പോൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടറാവും, നമുക്ക് പോകാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ സുബ്രഹ്മണ്യ റോഡിൽ നമ്മൾ പുറപ്പെട്ട റൂഫിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. മൗണ്ടിനെ കാണാം. അതിൻ്റെ മുകളിൽ സ്റ്റാഫ് ഹാറ്റ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും മറ്റേ സാധനമില്ല, മറ്റേ ബെൽറ്റില്ല, സേഫ്റ്റി ഹാർനസ് ഇല്ല ആർക്കും. ട്വിൻ കല്യാൺ WDG4 12804 ആണ് ഇങ്ങേറ്റത്ത്. ഇവരായിരുന്നു നമ്മൾ ബാങ്ക് ചെയ്തത്. ഹുബ്ലി ഷെഡിൻ്റെ 12059 AEB ഫിറ്റ് WDG4. കൂടെ തന്നെ ഷെഡ് മീറ്റായ 12104. ഇത് ഹുബ്ലി ഷെഡിൽ തന്നെ AEB ഫിറ്റഡ് ലോക്കോ.
ബാങ്കിന് 12025 12555 കൃഷ്ണരാജപുരത്തിൻ്റെ. അതിനപ്പുറത്ത് ഇത് മാത്രം നമ്മുടെ കബൂസ് മാത്രമുള്ള റേറ്റ് കിടപ്പുണ്ട്. 4 വീലിൻ്റെ കബൂസ് ഉണ്ട് അതിൽ. ഞാൻ വെച്ചിപ്പോൾ 4 വീലിലൊക്കെ തീർന്ന എല്ലാം 8 വീലിലായിരിക്കുന്നു. ഈ സീറ്റുകൾ നമുക്ക് തിരിക്കുകയൊക്കെ ചെയ്യാം. നല്ല റിക്ലൈനും മറ്റുണ്ട്. തിരിക്കാനായിട്ട് ഇതിന് അടിയിലായിട്ട് അവരൊരു ചെറിയൊരു ചവിട്ടുന്നൊരു ഇത് തന്നിട്ടുണ്ട്. ഒരു ലിവർ പോലെ തന്നിട്ടുണ്ട്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിക്കാം. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കവക്കപ്പുത്തൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. കബക്കപ്പുത്തൂർ സ്റ്റേഷനിലോട്ട് കയറുന്നു. നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കബക്കപ്പുത്തൂരിൽ നിന്ന് മുരുടേശ്വരിലേക്ക് ഒരു യാത്ര നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലം മുമ്പാണ്, എനിക്കൊന്ന് ഒരു വർഷത്തിന് മുമ്പാണത്. ഇതിന് അപ്പുറത്തെ സൈഡിലുള്ള പ്ലാറ്റ്ഫോം. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ആ പ്ലാറ്റ്ഫോമിലായിരുന്നു നമ്മൾ അറൈവ് ചെയ്തത്. ആ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഡിപ്പാർട്ട് ചെയ്തത്. നമ്മൾ ജസ്റ്റ് കബക്കപ്പുത്തൂർ സ്റ്റേഷനിൽ വിടുന്ന സമയം ഇപ്പോൾ എനിക്കൊന്ന് 3:14 തോന്നുന്നു. ട്വിൻ WDG4 ആണ്. ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റൽ ബൈക്കിന് ഷണ്ടിന് ഹുബ്ലി ഷെഡിന് ലോക്കോസാണ്. ഒരുപാട് പേര് ഇറങ്ങിയ മട്ടില്ല ഇവിടെ. വണ്ടിയുടെ നല്ലൊരു ശതമാനം തിരക്കും സുബ്രഹ്മണ്യ റോഡിൽ ഇറങ്ങി. ഇനി ഇങ്ങോട്ട് മാംഗ്ലൂരിലൂടെ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു വണ്ടിക്ക്. ബണ്ടവാള എത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള നേത്രാവതി പാലം നമ്മളിപ്പോൾ കടക്കും. ഇതാണ് നേത്രാവതി കുറുകയുള്ള പാലം. നമ്മൾ ഇന്നത്തെ ദിവസം നേത്രാവതി കുറുക 2 പാലം കിടക്കും. ഒന്നിതാണ്. രണ്ടാമത്തെ പാലം കിടക്കുന്ന മിക്കവാറും വീഡിയോ ഉണ്ടാവില്ല. കാരണം നല്ല ഉറക്കക്ഷീണമാണ്. ഞാൻ അടുത്ത വണ്ടി കയറി അപ്പം വെള്ളത്തിന് നല്ല കലക്കലുണ്ട്. ഇതൊന്നും ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ പെയ്തായിരുന്നു തോന്നുന്നു. മറ്റേ ആ സൈക്ലോണിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്.
ഇപ്പം നമ്മൾ ജസ്റ്റ് ലൂപ്പിലോട്ട് കയറുന്നു ബണ്ടവല സ്റ്റേഷൻ്റെ. ബണ്ടവലയിൽ നമ്മളെ കാത്ത് മാംഗ്ലൂർ ഹുബ്ലി ജയ്പൂർ എക്സ്പ്രസ് ഇറക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് സ്പെഷ്യൽ ട്രെയിൻ ഓൺ ഡിമാൻഡ് ഓടുന്ന വണ്ടിയാണ്. ഇതുവരെ പെർമനൻ്റ് ആക്കിയിട്ടില്ല അവർ. ഇതാണ് ബണ്ടവല സ്റ്റേഷൻ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. ഇവിടെ കാര്യമായിട്ട് ഒന്നുമില്ല, കാര്യം സ്റ്റേഷൻ ബിൽഡിംഗ് അപ്പുറത്തെ സൈഡിലാണ്. ഇവിടെ റൂഫിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി കഴിയുന്നത് കൊടി. വിജയപുര മംഗളൂരു. നമുക്ക് ഒരു പ്രാവശ്യം കോടി കാണിച്ചു, പക്ഷേ നമുക്ക് സിഗ്നൽ ആയില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേറെന്തോ കാരണം പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ നമ്മളും പുറപ്പെട്ടു. അനാവശ്യ പണിയാണ് കാണിക്കുന്നത്. നമ്മളങ്ങനെ ബണ്ടവാലയെന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റ് ട്രെയിനൊന്നും വരാനില്ല. ഇപ്പോൾ ഈ യാത്രക്കാർ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണെന്ന് അറിയില്ല. കുറച്ച് നേരത്തേക്ക് ഇവിടെ ട്രെയിനൊന്നും വരാനില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു 6:30 ആകുമ്പോൾ ഒരു കബകപ്പുത്തൂർ പാസഞ്ചർ വരും. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആകുമ്പോൾ മറ്റേ മുരുടേശ്വർ ബാംഗ്ലൂരും അതിൻ്റെ പുറകെ കണ്ണൂർ ബാംഗ്ലൂരും വരും. വേറെ വണ്ടിയൊന്നും വരാനില്ല ഇനി.
പ്രാവശ്യം എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഈ സമയം ഡോറിലെത്തും കേട്ടോ. ഇതാണ് ഫിറങ്കിപ്പേട്ട സ്റ്റേഷൻ. ഇപ്പോൾ സ്റ്റേഷൻ നിലവിലില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് പടിയിൽ ബൈപ്പാസ് ക്യാമ്പിലേക്ക് എത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുവഴി പോയപ്പോൾ നടുക്കലത്തെ ഈ സെൻട്രലിലുള്ള ലൈൻ വഴിയാണ് പോയത്. ബൈപ്പാസ് ലൈൻ വഴിയാണ് പോയത്. ഇതാ കാണുന്നതാണ് പടിയിൽ ബൈപ്പാസ് ക്യാബിൻ. ഈ കാണുന്ന ലൈനാണ് കുലശേഖര സൈഡിൽ നിന്നാണ്, ചൊക്കട്ടയിൽ നിന്ന് വരുന്ന ലൈന്. കാസിപ്പേട്ട് G9 ഹോൾഡ് ഫ്രൈറ്റ്. ഇവിടെ ഒരു G9 ഹോൾഡ് ട്രെയിന് DDU ഷെഡിന് 31896 ഹോൾഡ് ഒരു ട്രെയിൻ. നമ്മുടെ മാംഗ്ലൂർ മുംബൈ സൂപ്പർ ഫാസ്റ്റ് കുഴപ്പമില്ല റെഡി ആവുന്നുണ്ട്. റോക്കറ്റ് ഇന്ന് ലേറ്റാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കോച്ച്. നമ്മുടെ ആദ്യത്തെ വിസ്താഡോം യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു സൈനോട്ട് പറയാം. അപ്പോൾ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കണ്ടിന്യൂവേഷൻ യാത്രയുണ്ട് നാട്ടിലേക്ക്. അത് ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ഇവിടെ നിന്ന് വിടുമ്പോൾ തന്നെ ഏകദേശം ഇരുട്ടി തുടങ്ങും. പിന്നെ കാര്യമായിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഈ വീഡിയോയോടുകൂടി നമുക്ക് ഈ യാത്ര അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ മെമ്പർഷിപ്പ് സൂപ്പർ താങ്ക്സ് വഴി നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിർബന്ധിക്കല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു പുതിയ അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.